നിങ്ങൾ എത്രയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ, വിഷയമല്ല. പക്ഷേ നിങ്ങളുടെ ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിന് നിങ്ങളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ. സ്റ്റിൽ നിങ്ങൾ എൻഡപ്പ് ചെയ്യുന്നത് ഡിപ്രഷനെയും ആങ്സൈറ്റിയും അല്ലെങ്കിൽ പാനിക് അറ്റാക്സിനെയും ഒക്കെ ബാറ്റിൽ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കാം നിങ്ങൾ എൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വേർത്തിനെ തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാം. അതുപോലെ ആൾക്കാരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ആ റിലേഷൻഷിപ്പ് തന്നിട്ട് പോകുന്നതാണ്. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഹാർട്ടിനെ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, ഈ പറയുന്ന പോലെ നിങ്ങളുടെ വേർത്തിനെ ചോദ്യം ചെയ്യിപ്പിക്കുക. അവസാനം അൾട്ടിമേറ്റ്ലി അത് നിങ്ങളുടെ മെൻ്റൽ പീസിനെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്യുകയും കൂടെ ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡ് സേഫ് അല്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾ നിന്നതുകൊണ്ട് ഉണ്ടായതിൻ്റെ ഒരു കോസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ റീസൺ നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒരാളെ ഭയങ്കര ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിനുണ്ട്. ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ ബിജൽ ബാബു.